എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 23 ശ്ലോകം 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. യയാതിയുടെ പുത്രനായിട്ടുള്ള അനുവിന്റെ വംശത്തില് ശിബി, കേകയന്മാര്, മദ്ര രാജാക്കന്മാര് തുടങ്ങിയവരുടെ വംശത്തെയൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞു. അങ്ങനെ സന്ദർഭവശാൽ കുന്തി ദേവിയിൽ നിന്നും സൂര്യപുത്രനായ കർണന്റെ ജനനവും പറഞ്ഞു. പിന്നീട് ദ്രുഹ്യുവിന്റെ വംശം വർണ്ണിക്കണം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ദ്രുഹ്യോശ്ച തനയോ ബഭ്രു സേതുസ്തസ്യാത്മജസ്തത ആരബ്ധസ്തസ്യ ഗാന്ധാര തസ്യ ധർമ്മസുതോ ധൃത. യയാതിയുടെ മൂന്നാമത്തെ പുത്രനായ ദ്രുഹ്യുവിന്റെ വംശം പറയണം. ദ്രുഹ്യുവിന്റെ പുത്രൻ ബഭ്രു, അദ്ദേഹത്തിന്റെ പുത്രൻ സേതു, അദ്ദേഹത്തിന്റെ പുത്രൻ ആരബ്ധൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഗാന്ധാരൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ധർമ്മസുതൻ, ഈ ധർമ്മസുതന്റെ പുത്രൻ ധൃതൻ. ധൃതസ്യ ദുർമനാസ്തസ്മാൽ പ്രചേതാ പ്രാചേതസം ശതം മ്ലേച്ഛാധിപതയോ ഭൂവൻ ഉദീജിം ദിശമാശ്രിതാഃ. പ്രാചേതസം ശതം, പ്രചേതസിൽ നിന്ന് 100 പേരുണ്ടായി പറഞ്ഞു. ധൃതന്റെ പുത്രൻ ദുർമനസ്, അദ്ദേഹത്തിൽ നിന്ന് പ്രചേതസ് ഉണ്ടായി. ആ പ്രചേതസിന് 100 പുത്രന്മാരുണ്ടായി. അവര് വടക്ക് ദിക്കിനെ ആശ്രയിച്ച് ആ വടക്ക് ദിക്കിലേക്ക് പോയിട്ട് അവര് അവിടെയുള്ള മ്ലേച്ഛന്മാരുടെ അധിപന്മാരായിട്ട് ഭവിച്ചു ഈ പ്രചേതസ്സുകൾ. തുർവസോശ്ച സുതോ വഹ്നി വഹ്നേർഭാസോധ ഭാനുമാൻ തുഭാനുസ്തൽസുതോസ്യാവി കരന്ധമ ഉദാരധീഹി. പിന്നെ യയാതിയുടെ രണ്ടാമത്തെ പുത്രന്റെ വംശം പറയുന്നു. ആ തുർവസുവിന്റെ പുത്രൻ വഹ്നി, വഹ്നിയുടെ പുത്രൻ ഭാസൻ, ഭാസന്റെ പുത്രൻ ഭാനുമാൻ, ഭാനുമാന്റെ പുത്രൻ സുഭാനു, സുഭാനുവിന്റെ പുത്രൻ മഹാദാനശീലനായ കരന്ധമൻ. മരുതത്തൽസുതോ പുത്ര പുത്രം പൗരവമന്വഭൂത് ദുഷ്യന്തസ്സ പുനർഭേജേ സ്വം വംശം രാജ്യകാമുക. കരന്ധമന്റെ പുത്രൻ മരുതൻ, അദ്ദേഹത്തിന് സന്താനം ഉണ്ടായില്ല. അതുകൊണ്ട് പൂരുവിന്റെ വംശത്തിൽ ജനിച്ച ദുഷ്യന്തനെ പുത്രനായിട്ട് സ്വീകരിച്ചു. ആ ദുഷ്യന്തൻ മരുതന്റെ പുത്രനായിട്ട് എങ്കിലും സ്വീകൃത പുത്രനായി എങ്കിലും രാജ്യാധികാരം ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വംശത്തിൽ തന്നെ അവിടേക്ക് തന്നെ പോയി. മകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ രാജ്യാധികാരം കിട്ടിയില്ല. അപ്പൊ ദുഷ്യന്തന്റെ രാജ്യത്തിലേക്ക് തന്നെ ദുഷ്യന്തൻ പോയിന്ന്. അപ്പൊ പൂരുവിന്റെ വംശക്കാർക്ക് മാത്രമേ രാജ്യാധികാരം ഉള്ളൂ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ പൂരുവിന്റെ വംശം അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അധികാരം കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം തന്റെ രാജ്യത്തിലേക്ക് തന്നെ പോയി. യയാദേർ ജ്യേഷ്ഠപുത്രസ്യ യദോർവംശം നരർഷഭ വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ മഹാരാജാവേ, ഇനിമേലെ യയാതിയുടെ മൂത്ത പുത്രനായ യദുവിന്റെ വംശം പറയാം. ആ വംശപരമ്പര ശ്രദ്ധിച്ചു കേൾക്കുന്ന മനുഷ്യരുടെ സർവപാപവും നശിക്കും, മഹത്തായ പുണ്യം അവർക്ക് ലഭിക്കും. എന്താ കാരണം? ആ വംശത്തിലാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് അല്ലെ, യദുവംശത്തില്. യദോർവംശം നരശ്രുത്വാ സർവപാപൈ പ്രമുച്യതേ യത്രാവതീർണോ ഭഗവാൻ പരമാത്മാ നരാകൃതി. യദുവംശ വിസ്താരത്തെ കേൾക്കുന്ന മനുഷ്യൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് ഭവിക്കും. ആ മനുഷ്യന് പിന്നെ ജനിക്കേണ്ടതായിട്ട് തന്നെ വരില്ല. ജനിച്ചില്ലെങ്കിൽ പിന്നെ മരിക്കണല്ലോ. ജനിക്കുകയും വേണ്ട, മരിക്കുകയും വേണ്ട. അതാണ്, അങ്ങനെ ഒരവസ്ഥ വരികയില്ല. എന്തുകൊണ്ടാ? ആ വംശത്തിലാണ് സർവൈശ്വര്യ പരിപൂർണനായ പരമാത്മാവ്
ആ ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യാകൃതിയിൽ അവതരിച്ചിരിക്കുന്നത്. യഥോ സഹസ്രജിൽ ക്രോഷ്ട നളോരിപുരിതി ശ്രുതാഃ ചത്വാരസൂനവസ്തത്ര ശതജിൽ പ്രഥമാത്മജ. യദുവിന് സഹസ്രജിത്ത്, ക്രോഷ്ടാവ്, നളൻ, രിപു എന്നു പേരുള്ള 4 പുത്രന്മാരുണ്ടായി. അതില് സഹസ്രജിത്തിന്റെ പുത്രൻ ശതജിത്ത്. മഹാഹയോ വേണുഹയോ ഹൈഹയശ്ചേതി തൽസുതാ ധർമ്മസ്തു ഹൈഹയസുതോ നേത്രകുന്ദേ പിതാ തഥാ. ശതജിത്തിന് മഹാഹയൻ, വേണുഹയൻ, ഹൈഹയൻ എന്ന 3 പുത്രന്മാര്. ഹൈഹയപുത്രൻ ധർമ്മൻ, ധർമ്മന്റെ പുത്രൻ നേത്രൻ, നേത്രന്റെ പുത്രൻ കുന്തി എന്നു പേരായവൻ. സോഹഞ്ചിതഭവൽ കുന്ദേർ മഹിഷ്മാൻ ഭദ്രസേനക ദുർമദോ ഭദ്രസേനസ്യ ധനക കൃതവീര്യസു. കുന്തിയുടെ പുത്രൻ സോഹഞ്ചിത്ത്, അദ്ദേഹത്തിന്റെ പുത്രൻ മഹിഷ്മാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഭദ്രസേനകൻ, അദ്ദേഹത്തിന്റെ പുത്രന്മാര് ദുർമദൻ, ധനകൻ എന്ന 2 പേര്. ധനകന്റെ പുത്രൻ കൃതവീര്യൻ. കൃതാഗ്നി കൃതവർമാച കൃതൗജ ധനകാത്മജ അർജുന കൃതവീര്യസ്യ സപ്തദ്വീപേശ്വരോ ഭവൽ. ധനകന് കൃതവീര്യൻ മാത്രല്ല, കൃതാഗ്നി, കൃതപർവാവ്, കൃതൗജസ് എന്ന 3 പുത്രന്മാര് കൂടിയുണ്ട്. അതില് കൃതവീര്യന്റെ പുത്രനായ അർജുനൻ 7 ദ്വീപുകളുടെ അധിപതിയായിട്ട് ഭവിച്ചു. ദത്താത്രേയാൽ ഹരേരംശാൽ പ്രാപ്തയോഗമഹാഗുണ നൂനം കാർത്തവീര്യസ്യ ഗതിം യാസ്യന്തി പാർത്ഥിവാഃ യജ്ഞദാന തപോയോഗശ്രുതവീര്യജയാദിഭി. ഹരിയുടെ അംശാവതാരമായ ദത്താത്രേയനിൽ നിന്ന് കൃതവീര്യപുത്രനായ, അതായത് കാർത്തവീര്യൻ, കാർത്തവീര്യ അർജുനൻ ആ യോഗത്തിന്റെ പരമോത്കൃഷ്ട ഗുണങ്ങൾ പ്രാപിച്ചു. അതാണ്. അപ്പൊ കൃതവീര്യന്റെ പുത്രനായതുകൊണ്ട് കാർത്തവീര്യൻ, അതാണ് അർജുനൻ എന്ന് പറഞ്ഞല്ലോ, കാർത്തവീര്യ അർജുനൻ 7 ദ്വീപുകളുടെ അധിപതിയായിട്ട് ഭവിച്ചത്. യജ്ഞം, ദാനം, തപസ്, യോഗം, ശാസ്ത്രജ്ഞാനം, പരാക്രമം, ശത്രുജയം, ഇതൊക്കെ കൊണ്ട് മറ്റു രാജാക്കന്മാർക്ക് കാർത്തവീര്യാർജുനന്റെ മഹിമ അതുപോലെ എത്താൻ ആർക്കും സാധിച്ചില്ല. അത്രയും മഹാത്മ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു കാർത്തവീര്യാർജുനന്. 85 സഹസ്രാണി ഹ്യ അവ്യാഹത ബലസമാ അനഷ്ടവിത്ത സ്മരണോ ബുഭുജേ അക്ഷയ്യ ഷഡ്വസു. ശരീരേന്ദ്രിയാദികൾക്കുള്ള ആ ബലത്തിന് ഒരു കുറവുമില്ലാതെ നല്ല ബലമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന്. പിന്നെ ധനാദി ഐശ്വര്യത്തിനും സ്മൃതിക്കും ഒരു നാശവുമില്ലാതെ 6 ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ യോഗ്യമായ അക്ഷയമായ സുഖത്തെ 85,000 സംവത്സരം കാലം അനുഭവിച്ചു ഈ കാർത്തവീര്യാർജുനൻ. ജരാനരകളൊന്നും ബാധിക്കാതെ, ഒരു കുറവുമില്ലാതെ. അതാണ്. സ്മൃതിക്ക് നാശമില്ല, വയസ്സായാലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാതെ ആ യൗവനത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം യൗവനയുക്തനായിട്ട് തന്നെ 85,000 സംവത്സരക്കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു. ആരുടെ അനുഗ്രഹം കൊണ്ട്? ആ ദത്താത്രേയനായിട്ട് അവതരിച്ച ഭഗവാൻ ശ്രീഹരിയാണ് അദ്ദേഹത്തിന് അനുഗ്രഹിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ സിദ്ധികളൊക്കെ കാർത്തവീര്യാർജുനന് സിദ്ധിച്ചത് എന്നാണ് പറയുന്നത്. പിന്നെതാ കാർത്തവീര്യാർജുനൻ സന്മാർഗത്തെ അതിക്രമിച്ചു. അതേപോലെ സ്വഭാവത്തിന് മാറ്റം വന്നപ്പോ, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം നടക്കാൻ തുടങ്ങിയപ്പോ ആ ഭഗവാൻ തന്നെ പരശുരാമമൂർത്തിയായിട്ട് വന്ന് അദ്ദേഹത്തെ സംഹരിക്കുകയും ചെയ്തു. അതാണ്. യോഗൈശ്വര്യം എത്ര തന്നെ ഉണ്ടായാലും ഭക്തി കൊണ്ടുണ്ടാകണ പോലെ പരിശുദ്ധി ഉണ്ടാവില്ല എന്ന് ധരിക്കണം. ധർമ്മം സംരക്ഷിക്കുന്നതിനായി അവതരിക്കുന്ന ഭഗവാന്റെ ലീലയിലുള്ള ആശ്ചര്യത്തെ സൂചിപ്പിക്കാനാണ് ഹി എന്നുള്ള വാക്ക്. അപ്പൊ ധർമ്മത്തില് ചരിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹങ്ങൾ കൊടുക്കുള്ളൂ. അതൊന്ന് വിട്ട് മാറിയപ്പോ പരശുരാമനായിട്ട് അവതരിച്ച് കാർത്തവീര്യാർജുനനെ വധിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.